ahead of a most interesting and attractive part of our commerce department. It's an industrial visit of a 2024 batch. So we are about to begin our IB 2024. Yeah. We reached at Alpha Industry at Mundakkal, Kollam. So guys, we are in front of pipe manufacturing unit. PVC manufacturing, pipe manufacturing unit. Electrical conduits, pipe, wiring pipe. That's main manufacture. Double pala color. The main conduit raw material PVC. Poly virgin chloride. That's the main car. That's the ratio and chemicals add in. We use a mixer. This is the capacity value. 75 time mix out. So this chemical add mix 150 degree centigrade manual open this material double vessel. This vessel is rotate. This material 150 degree centigrade for 10-15 minutes. Our atmosphere temperature. Our temperature is purple color, black, machine load clear. Automatically on out. Limit switch on. Touch out. Sensor switch. There is a sensor switch. Oru zone undu. Oru zone lu oru temperature setting. Oru zone lu oru temperature setting vechirukku. Aa temperature aanu eppozhum hold aagum. Korayilla. Korayumbol on aagum, off aagum, on aagum, off aagum. Cut off aagum. Markeyundi temperature constant ayi. Ee body idine travel cheyyunde. Aadane screw undu. Screw nuttum boltum pole travel cheyyunde. ഇവിടെ ആണ് ലിക്വിഡ് ഫോം ആവുന്നത്. വെള്ളം പോലെ ആവുന്നത്. വെള്ളം പോലെ എന്ന് പറഞ്ഞാൽ ഒരു മാവ് പോലെ. അതായത് വേറെ ഈ ചാമ്പറിലോട്ട് കയറും. ഇതെന്ന് പറഞ്ഞാൽ വാക്വം ചാമ്പർ. പിടിക്കുന്നില്ല. അതുപോലെ ഇവിടെ 2 മോട്ടോർ വലിച്ച് പിടിക്കുക, വെള്ളത്തോട് പിടിക്കുക. പിടിക്കുമ്പോഴത്തേക്ക് ഇവിടെ ലൈറ്റ് ഭയങ്കര അതിനകത്തൂടെയാണ് ഈ പൈപ്പ് ഫോം ആവുന്നത്. ആ ഫോമായി നേരെ കൂളിംഗ് യൂണിറ്റ്, ചില്ലിംഗ് യൂണിറ്റ്.
touch, don't touch. പൈപ്പ് നേരെ ഫീഡായി ഇവിടെ വരുമ്പോൾ ഇതുവഴി ലേസർ പ്രിന്റിങ് നടന്നുണ്ട്. ലേസർ പ്രിന്റിംഗ്. ഓക്കെ. ആ ഇതിന്റെ മുകളിലാണ് പ്രിന്റ് എഴുതുന്ന. യെസ് യെസ് യെസ്. ഓക്കെ ഓക്കെ. ലേസർ പ്രിന്റിംഗ്. ഇത് കമ്പനി DLT. സോറി ULT. ULT. ഓക്കെ. ലേസർ പ്രിന്റിംഗ്. ട്രേഡ് നെയിം, ബാച്ച് നമ്പർ, ബാച്ച് നമ്പർ എല്ലാം ഇതിനകത്തുണ്ട്. ഓക്കെ. പൈപ്പിനെ ഫീഡ് ചെയ്ത് കൊണ്ടുവരും. ആ ഈ രണ്ട് ബെൽറ്റിൻ്റെ ഇടയിൽ കൂടി പൈപ്പിനെ ഫീഡ് ചെയ്ത് വന്നുകൊണ്ടിരിക്കും. ഇതിൻ്റെ സ്പീഡ് കൂട്ടുമ്പോൾ പൈപ്പിൻ്റെ കനം കുറയും, സ്പീഡ് കുറയ്ക്കുമ്പോൾ പൈപ്പിൻ്റെ കനം കുറയും. ഓ, അതായത് ഡിഫറെൻറ്റ് സൈസസ് പൈപ്പ് ഇതിനകത്താണ് മാനുഫാക്ചർ ചെയ്യുന്നത്. സൈസ് അവിടെയാണ്. ആ ഇത് വെയിറ്റ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നു. പൈപ്പിൻ്റെ കനം. ഓ, വെയിറ്റ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന സ്ഥലം ഇവിടെയാണ്. ഓക്കെ. ദിസ് ഇസ് ദ കട്ടിംഗ് യൂണിറ്റ്. ഓക്കെ ഓക്കെ. ആ ഇപ്പോൾ അതാണ്ട ട്വിൽറ്റായി പോയി കഴിഞ്ഞു. ഈ പൈപ്പ് വന്ന് അടുത്ത സ്വിച്ചിൽ തട്ടും. അല്ല, തട്ടി ഉടനെ അവിടെ കട്ടാം. അവിടെ അതാണ് കട്ടാം. ഇതെല്ലാം എയർ വർക്ക് കഴിയും. എന്ത് വർക്കാ? ന്യൂമാറ്റിക് വർക്ക്. ബസ്സിനകത്തൊക്കെ ഡോർ വർക്ക്. ആ ടെക്നോളജി. ചെയ്യുന്നതാണ്. ആ പൈപ്പ് ഇതേ വരുന്നു. അവിടെ ഒരു ന്യൂട്രിക് ഉണ്ട്. അതിനകത്ത് വീണ്ടും വന്നു. ഇതിന്റെ റോ മെറ്റീരിയൽ ആണ് ഇത്. ഓക്കെ. ഇതിൻ്റെ കൂടെ നമുക്ക് ആവശ്യമുള്ള കുറേ കെമിക്കൽസൊക്കെ ആഡ് ചെയ്ത് ഈ മിക്സർ യൂണിറ്റിനകത്ത് പാസ് ചെയ്തിട്ട് അവിടെ മിക്സ് ചെയ്ത് ഡിസ്ചാർജ് ചെയ്ത് 150 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ആയി കഴിയുമ്പോൾ അത് ഡിസ്ചാർജ് ചെയ്ത് കൂൾ ചെയ്ത് മെഷീനകത്തോട്ട് കയറ്റി എക്സ്പോർട്ട് ചെയ്ത് എടുക്കുന്നതാണ് PVC പൈപ്പ്. മിക്സിംഗ് യൂണിറ്റ്. ഓക്കെ. റോ മെറ്റീരിയൽ മിക്സിംഗ് യൂണിറ്റ്. ഇത് വെള്ളം ഒഴിച്ച് ഇങ്ങനെ തണുപ്പിക്കും അല്ലേ? തണുപ്പിച്ചിട്ട് സോക്കറ്റ് ആകും. സോക്കറ്റ് ആവും. സോക്കറ്റ് അതാണ് ഈ പുറത്ത് മാറ്റിയിടുന്നത് അല്ലേ? ഇവിടെ നിന്ന് പാക്ക് ചെയ്യും. This is the final product. Thank you so much, sir. Our next destination is Mathrubhumi Press. Hello guys, now we came to Mathrubhumi Press to see the printing of newspapers. Yes.
Now we are here with Madhubhumi reporter, Mr. J. Jodilal. Hello, sir. താങ്ക് യു. മാതൃഭൂമിയെ പറ്റിയുള്ള അല്ലെങ്കിൽ മാതൃഭൂമിയുടെ ഒരു പത്രം എങ്ങനെയാണ്, ഇപ്പോൾ നിങ്ങൾ പത്രത്തിൻ്റെ അച്ചടി കാണാൻ വന്ന ആൾക്കാരാണ്, അപ്പോൾ നിങ്ങൾ മാതൃഭൂമി എങ്ങനെയാണ് ഒരു പത്രം എങ്ങനെയാണ് ഇറങ്ങുന്നത്, ഒരു ദിവസം എന്തെല്ലാം പ്രോസസ്സുകളിലൂടെയാണ് ഒരു പത്രം ഇറങ്ങുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇതിൻ്റെ ഈ പ്രിൻറ്റിങ്ങിൻ്റെ പ്രോസസ്സുകൾ കാണാം. അതിന് മുന്നോടിയായിട്ട്, പ്രിൻറ്റ് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് എന്തെല്ലാം പ്രക്രിയകളിലൂടെയാണ് ഒരു പത്രം രൂപപ്പെട്ട് വരുന്നത്, അതിനെക്കുറിച്ചുള്ളൊരു ചിത്രം നിങ്ങൾക്ക് നൽകാം. Okay, thank you, sir. ആദ്യമായിട്ട് നിങ്ങളെല്ലാവരെയും ഞാൻ മാതൃഭൂമിയുടെ പേരിൽ ഹാർദവമായി സ്വാഗതം ചെയ്യും. അപ്പോൾ ഒരു പത്രം നിങ്ങളുടെ കയ്യിൽ, ഈ ഒരു പത്രം നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നു, നിങ്ങളത് കാണുന്നു, വായിച്ചിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ വാർത്തകൾ വായിക്കും, ബാക്കി അല്ലാത്തവ നിങ്ങൾ പിന്നെ വായിക്കാമെന്ന് വിചാരിക്കും. അതല്ലെങ്കിൽ എടുത്ത് മാറ്റി വെക്കും, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് നോട്ട് ചെയ്ത് വെക്കുകയും ഒക്കെ ചെയ്യും. അങ്ങനെയാണ് നിങ്ങളൊരു സാധാരണ ഒരു പത്രത്തിനെ നമ്മൾ സമീപിക്കുന്നത്, അല്ലേ? പക്ഷേ ഒരു പത്രം എങ്ങനെയാണ് ഇങ്ങനെ ഒരു പത്രമായി വരുന്നത്, അത് കാണാൻ വേണ്ടിയാണ് നിങ്ങൾ ഈ മാതൃഭൂമിയിലോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ പ്രിന്റിങ്ങിന്റെ ഒരു പ്രോസസ്സ് കാണാം. ഞാൻ ഒരു പത്രത്തിൽ ഏറ്റവും പ്രാഥമികമായിട്ട്, അല്ലെങ്കിൽ ഒരു പത്രത്തിന്റെ ജീവൻ എന്ന് പറയുന്നത് എന്താണ്? വാർത്തകളാണ്, അല്ലെ? വാർത്തകളാണ് ഒരു പത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് കഴിഞ്ഞാൽ മറ്റൊരു കാര്യമുണ്ട്, പരസ്യം എന്ന് പറയുന്ന ഒരു ഭാഗം. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് നടത്തിക്കൊണ്ടു പോകണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കാശ് ചെലവുള്ള കാര്യം. അപ്പൊ കാശ് അല്ലെങ്കിൽ അതിന്റെ റവന്യൂ ഉണ്ടാക്കുന്ന ഒരു മാർഗമാണ് പരസ്യം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ തന്നെ ഇന്നത്തെ പത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മൊത്തം തുടക്കം തന്നെ പരസ്യമാണ്, അല്ലെ? വാർത്തകളെക്കാൾ പ്രാധാന്യത്തിലേക്ക് പരസ്യം വരുന്ന കാലഘട്ടത്തിലേക്ക് മാറി കഴിഞ്ഞു. പണ്ട് ഇങ്ങനെ ഇത്രയും ഉണ്ടാവില്ല. അതുപോലെ തന്നെ പഴയകാല പത്രം എടുത്ത് നോക്കിയാൽ കാണാം, ഇവിടെ ഒരു പരസ്യം കാണാം, ഇവിടെ ഒരു പരസ്യം കാണും. ഫ്രണ്ട് പേജിൽ അന്ന് അത്ര പരസ്യങ്ങളെ മാത്രമേ കാണുള്ളൂ. പിന്നീടാണ് ഇത്തരം പരസ്യങ്ങൾ വരാൻ തുടങ്ങിയതും താഴത്തുള്ള പരസ്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. അപ്പൊ ഇതിനകത്ത് ഈ പത്രങ്ങളുടെ ഒരു വായനക്കാരനെ ആകർഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഇതിലെ പരസ്യമല്ല, സത്യത്തിൽ വാർത്തയാണ്. വാർത്തയിൽ തന്നെ പലതരം വാർത്തകളുണ്ടാവും, അല്ലെ? ഇതിനകത്ത് കാണാൻ കഴിയുന്നത് തുടർ ഷോപ്പ് എന്ന് പറയുന്നതാണ് ഈ പ്രധാനപ്പെട്ട വാർത്ത. ഈ വാർത്ത എന്ന് പറയുന്നതാണ് ഇന്നത്തെ പത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായിട്ട് മാതൃഭൂമി, അല്ലെങ്കിൽ ചിലപ്പോൾ ഇന്ന് മനോരമ നോക്കിയാൽ ഇതേ വാർത്ത തന്നെയാണ് പ്രധാനം. അങ്ങനെ ഓരോ പത്രങ്ങളിലും ചിലപ്പോൾ പലതരം വാർത്തകളായിരിക്കും. ഒരു ആക്സിഡന്റിൽ ഒരു പ്രായമുള്ള ഒരാൾ മരിച്ചു, പക്ഷെ ഒരു 4-5 മാസം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അത് കരുതിക്കൂട്ടിയുള്ള ഒരു ആസൂത്രിത കൊലപാതകമായിരുന്നു എന്നുള്ളത്. അപ്പൊ എന്ത് വെച്ചാൽ ഇങ്ങനെ എന്ത് സംഭവം ഉണ്ടെങ്കിലും നമ്മളൊരു പത്രപ്രവർത്തകൻ അല്ലെങ്കിൽ ന്യൂസ് റിപ്പോർട്ടർ അതിന്റെ പിന്നാലെ സഞ്ചരിക്കുകയും അതിനുള്ള മാറ്റങ്ങൾ, അല്ലെങ്കിൽ ആ വാർത്തയ്ക്ക് നാളെ സംഭവിക്കാവുന്ന മാറ്റങ്ങൾ വരെ നോട്ട് ചെയ്യുകയും ഒക്കെ വേണം. അങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രോസസ്സ് നടക്കുന്നത്. അപ്പൊ ഇത്തരം വാർത്തകൾ നമ്മളിങ്ങനെ ചാത്തന്നൂരിൽ നിന്നുള്ള വാർത്തകളും കരുനാഗപ്പള്ളി നിന്നുള്ള വാർത്തകളും പുനലൂരിൽ നിന്നുള്ള വാർത്തകളും എല്ലാ വാർത്തകളും നമ്മുടെ ഇവിടുത്തെ ബ്യൂറോയിലോട്ട് വരും. ഈ ബ്യൂറോയിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ അറ്റക്സ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് യൂസ് ചെയ്യുന്നത്. ആ സോഫ്റ്റ്വെയറിലേക്ക് വരുന്ന വാർത്തകൾ നമ്മളൊന്ന് നോക്കും. അതായത് ഞാനുണ്ടെങ്കിൽ ഞാൻ നോക്കും, അല്ലെങ്കിൽ എൻ്റെ താഴെയുള്ള ആൾക്കാർ നോക്കും, അല്ലെങ്കിൽ എൻ്റെ മോളുടെ ചീഫ് റിപ്പോർട്ടർ നോക്കും, അല്ലെങ്കിൽ സോഷ്യൽ കറസ്പോണ്ടന്റ്, ഇവരെല്ലാവരും ഈ വാർത്തകൾ നോക്കും. ഈ വാർത്തകൾ നോക്കുമ്പോൾ ആ വാർത്തകൾ തന്നെ കേരളം മുഴുവൻ പോകേണ്ടതാണ്. കൊല്ലം മാത്രം മതിയോ, അതോ ഈ ചാത്തന്നൂർ മാത്രം മതിയോ, അല്ലെങ്കിൽ കരുനാഗപ്പള്ളി മാത്രം മതി, ഇത്തരം ഒരു വേർതിരിവ് സംഭവിക്കും. ഇതാണ് അടുത്തൊരു പ്രോസസ്. ഇങ്ങനെ വേർതിരിച്ചിട്ട് കരുനാഗപ്പള്ളിക്ക് പോകേണ്ട വാർത്തകൾ നമ്മുടെ ഒരു പ്രത്യേക എഡിഷൻ ഉണ്ട്, QS എന്ന് പറയും, അങ്ങനെ ആ എഡിഷനിലേക്ക് മാറ്റും. ചാത്തന്നൂർ പോകേണ്ട വാർത്തകൾ QC എന്ന് പറയുന്നത് ആ എഡിഷനിലേക്ക് മാറ്റും. ടൗണിൽ, ഇപ്പൊ കൊല്ലം ടൗണിൽ വരുന്ന വാർത്തകളാണെങ്കിലും QT കൊല്ലം ടൗൺ എന്നുള്ള അർത്ഥത്തിൽ ഇവിടത്തേക്ക് മാറ്റും. ഇങ്ങനെ ഒരു വേർതിരിവ് ഇതെല്ലാം സംഭവിക്കുന്നത് ബ്യൂറോയിലാണ്. ബ്യൂറോ കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് കാണിക്കുമ്പോൾ കാണും. ബ്യൂറോ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഈ വാർത്തകളെല്ലാം കൂടെ ചെല്ലുന്നത് ഡെസ്ക് എന്ന് പറയുന്ന മറ്റൊരു സ്ഥലത്താണ്. ഡെസ്കിലാണ് സബ് എഡിറ്റേഴ്സ് ഉണ്ടാവും, ചീഫ് സബ് എഡിറ്റേഴ്സ് ഉണ്ടാവും, പിന്നെ അതിന് ഒരു ന്യൂസ് എഡിറ്റർ. ന്യൂസ് എഡിറ്ററാണ് ഈ ഒരു യൂണിറ്റിന്റെ ഏറ്റവും പരമാധികാരി എന്ന് പറയുന്നത് ന്യൂസ് എഡിറ്റർ. അതായത് ആ വാർത്തകൾ എന്ത് കൊടുക്കണം, കൊടുക്കേണ്ട, ഇത് കൊടുക്കേണ്ടതാണോ അല്ലയോ എന്നുള്ള അന്തിമമായിട്ട് തീരുമാനിക്കുന്നത് അദ്ദേഹമാണ്. അതുപോലെ ഓരോ പത്രത്തിനും ഓരോ ശൈലികളുണ്ടാവും. അതായത് നമ്മളിപ്പോൾ മാതൃഭൂമി എന്ന് പറയുന്ന ഒരു പത്രത്തിന് രൂപീകരിച്ചു എന്ന് മാതൃഭൂമി ഒരിക്കലും എഴുതുന്നില്ല, അത് രൂപവൽക്കരിച്ചു എന്നാണ്. അതായത് ഒരു ഭാഷാ പ്രയോഗത്തിൽ പോലും ഓരോ പത്രങ്ങൾക്കും ഓരോ ശൈലിയുണ്ട്. അപ്പൊ നമ്മുടെ അന്തരിച്ചു എന്നാണ് മാതൃഭൂമി എഴുതിയെങ്കിൽ മനോരമ എഴുതിയിരുന്ന നിര്യാതനായി. ഇപ്പൊ ചരമത്തിൽ പോലും അത്തരം വ്യത്യാസങ്ങളുണ്ട്. അതിപ്പോ നമ്മള് ഇപ്പൊ മനോരമയിൽ നിന്ന് വരുന്ന ഒരു ഏജന്റോ അല്ലെങ്കിൽ മനോരമക്കാരനായ ഒരു ഏജന്റോ നമുക്ക് ചിലപ്പോൾ വാർത്ത വരുമ്പോൾ പോലും നിര്യാതനായി എന്ന് പറഞ്ഞു തരും. പക്ഷെ നമ്മൾ മാതൃഭൂമിയിൽ എത്തിക്കഴിയുമ്പോൾ നമ്മളത് നിര്യാതനായി എന്നുള്ളത് വെട്ടിയിട്ട് അന്തരിച്ചു എന്നുള്ളതാണ്. അത് കാണുമായിരിക്കും. അതായത് പിന്നെ ഈ വരുന്ന പത്രങ്ങൾ നമ്മൾ ഡിസൈൻ ചെയ്യും. അതായത് ഇന്നത്തെ പത്രത്തിൽ ഇത്ര വാർത്തകൾ കൊടുക്കാം, അല്ലെങ്കിൽ ഇന്ന പത്രത്തിൽ
അപ്പോൾ ഇത്ര ഈ ഒരു പേജ് ഇതിങ്ങനെ ഡിസൈൻ ചെയ്യാം. ആ മുകളിൽ ഇങ്ങനെ സ്പോട്സ് വേണം, സ്റ്റാർക്കിന് ഈ കളർ നീല വേണം, ഇതിൽ ഇങ്ങനെ ഈ ഒരു കളർ കൊടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചിത്രം കൊടുക്കാം. ഇതിൽ എന്തൊക്കെ ചിത്രങ്ങൾ കൊടുക്കണം, ചിത്രങ്ങൾക്ക് എന്തൊക്കെ ക്യാപ്ഷൻ കൊടുക്കണം, ചിത്രങ്ങൾക്ക് എന്തൊക്കെ ക്യാച്ച് വേർഡ് കൊടുക്കണം, ഇതെല്ലാം ആത്യന്തികമായി ഇപ്പൊ നമ്മുടെ പ്രൂഫിൽ നിന്നും അല്ലെങ്കിൽ ബ്യൂറോയിൽ നിന്ന് പോകുമ്പോൾ നമ്മളൊരു ഹെഡിങ് ഇടും, ആ ഹെഡിങ്ങിലൂടെ ക്യാപ്ഷൻ ഒക്കെ ഇടും. പക്ഷെ ഇതൊക്കെ വേണമെങ്കിൽ ഡെസ്കിൽ നിന്ന് മാറ്റാം, അല്ലെങ്കിൽ ഈ ക്യാപ്ഷൻ ശരിയായില്ല, അല്ലെങ്കിൽ തൊട്ടടുത്തിരിക്കുന്ന ക്യാപ്ഷനും അതും തമ്മിൽ ഒരു ആവർത്തനം തോന്നും. ഇങ്ങനെ പല 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 കാരണങ്ങളുണ്ടാവും. ചിലപ്പോൾ ഒരേ ഹെഡിങ് വരും. ഇപ്പൊ ഞാൻ എഴുതി അതേ ഹെഡിങ് തന്നെ എന്റെ തൊട്ടടുത്തിരിക്കുന്ന ആളും എഴുതി, ഇത് രണ്ടും ഒരേ പേജിൽ തന്നെ വരുമ്പോൾ രണ്ടും ഒരേ ഹെഡിങ് ആയി തോന്നുമ്പോൾ അവിടെ ഇരിക്കുന്ന സബ്ജക്ടർക്ക് തോന്നുന്നു ഇത് ശരിയല്ല, ഈ ഹെഡിങ് മാറ്റാം, ഇത് ഇങ്ങനെയാക്കാം എന്നുള്ള രീതിയിലുള്ള മാറ്റങ്ങളെല്ലാം വരുത്തിയിട്ട് ഈ പേജ് ആത്യന്തികമായിട്ട് ഡിസൈൻ ചെയ്യുന്നത് ഡെസ്കിൽ നിന്നാണ്. അങ്ങനെ ഡെസ്കിലുള്ള കമ്പ്യൂട്ടറിൽ ഈ പേജ് ഇങ്ങനെ ഡിസൈൻ ചെയ്തതിനു ശേഷം ഇത് അടുത്ത പ്രോസസ്സായിട്ടുള്ള ഒരു പ്ലേറ്റ് മേക്കിംഗ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. അതൊക്കെ ചിലപ്പോൾ നിങ്ങളെ ഇപ്പോൾ കാണിക്കുമായിരിക്കും. അങ്ങനെ ആ പ്ലേറ്റ് മേക്കിംഗ് സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഈ കളർ ഉണ്ടല്ലോ, കളർ അടക്കം വരുന്ന 4 തരം കളറുകളുണ്ട്. CYLK എന്നാണ് അതിന് പറയുക. അതൊന്നും പിന്നെ നിങ്ങൾ ടെക്നിക്കൽ ആയതുകൊണ്ട് അറിയണമെന്നില്ല. അത്തരം കളറുകളിലുള്ള 4 പ്ലേറ്റുകൾ എടുത്തിട്ട് അതാണ് പിന്നീട് അത് നിങ്ങൾ താഴത്തെ പ്രിന്റിംഗ് പ്രസ്സിലാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും, അതിനകത്തോട്ടേക്ക് കൊടുക്കും. അതിനകത്തു നിന്നാണ് പിന്നീട് ബാക്കി അതിനകത്ത് പ്രിന്റ് ചെയ്തിട്ട് അവസാനത്തെ ഈ പേപ്പറുകൾ എണ്ണി തിട്ടപ്പെടുത്തിയിട്ട് അത് ഓരോ സ്ഥലത്തെ ഏജന്റ്, ഇപ്പൊ ചാത്തന്നൂർ ഏജന്റിന് 100 പേപ്പറാണ് പോകുന്നതെങ്കിൽ ആ 100 പേപ്പറിന്റെ ഒരു ബണ്ടിൽ അതെല്ലാം മെഷീൻ വഴിയാണ് കെട്ടുന്നത് വരെ മെഷീൻ ആയിരിക്കും, എല്ലാം കെട്ടി അങ്ങനെ കൊടുക്കുക. അതിന്റെ മുകളിൽ ഒരു സീല് പതിച്ചിരിക്കുക, ഇന്ന സ്ഥലത്തേക്ക് ചാത്തന്നൂർ രാമകൃഷ്ണൻ നായർ ഏജൻസി 100 പത്രം എന്ന് വരെ അച്ചടിച്ചിട്ട് ഇത് പുറത്തേക്ക് ഉള്ള ഇതിലേക്ക് പോകും. അവിടെ നിന്ന് പിന്നീട് വണ്ടികൾ, അതായത് ടെമ്പോ ട്രാവലറുകളോ അങ്ങനെ ചെറിയ വണ്ടികളൊക്കെ വന്നിട്ട് അതിനകത്ത് കയറ്റിയിട്ട് ഇത് ചാത്തന്നൂരേക്ക് ഭാഗത്ത് പോകുന്നൊരു വണ്ടിയിലേക്ക് പോകും, കരുനാഗപ്പള്ളി ഭാഗത്തേക്ക് പോകുന്നൊരു വണ്ടിയിലേക്ക് പോകും. അങ്ങനെ ഇത്രയും ഒരു കുറെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ രാവിലെ ഇവിടെ ഒരു 10-10:30 വരുന്നു. 10:30 വന്നിട്ട് ആദ്യത്തെ ഒരു ബ്യൂറോ മീറ്റിംഗ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഈ കോഴിക്കോടായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഹെഡ് ഓഫീസ് കോഴിക്കോട് ആയതുകൊണ്ട് കോഴിക്കോടിലെ എഡിറ്ററൊക്കെ പങ്കെടുക്കുന്ന വേറൊരു മീറ്റിംഗ് ഉണ്ടാവും. ഈ മീറ്റിംഗിലൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്നത്തെ വാർത്ത കൊടുക്കാം, എന്തൊക്കെ വാർത്തകൾ ഉണ്ടാവും, എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടോ, ഇവിടെ ആക്സിഡന്റ് ഉണ്ടോ, ഇവിടെ കൊലപാതകങ്ങൾ വല്ലതും നടന്നിട്ടുണ്ടോ, കൊലപാതകത്തിൽ പ്രതികളെ പിടിക്കപ്പെട്ടിട്ടുണ്ടോ, ഇത്തരം വാർത്തകളുടെയൊക്കെ ഒരു ഡിസ്കഷൻ ആയിരിക്കും രാവിലെ നടക്കുന്നത്. അങ്ങനെ ഡിസ്കഷനിൽ വരുമ്പോൾ അവർക്ക് ഒരു ഐഡിയ വരും, അതായത് ഇന്നത്തെ പത്രം അല്ലെങ്കിൽ നാളത്തെ ഇങ്ങനൊരു സംഭവം ഉണ്ടല്ലേ, അത് നമുക്ക് നാളെ ഹെഡിങ് ആക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രാവിലെ ഒരു 10-11-12 മണിക്കുള്ളിൽ ഇത്തരം ചർച്ചകളെല്ലാം കഴിയും. ചർച്ചകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും ഉള്ള ഇത്തരം ഞാൻ ഈ പറഞ്ഞ ഒരുപാട് പ്രോസസ്സുകൾക്ക് ശേഷമാണ് പിറ്റേന്ന് രാവിലെ ഈ പത്രത്തിന്റെ രൂപത്തിൽ അച്ചടിച്ചു വരുന്നത് അല്ലേ. അത് പിന്നെ വായനക്കാരുടെ അടുത്തെത്തിക്കണമെങ്കിൽ ചിലപ്പോൾ പിന്നീട് വായനക്കാരാണ് ഏറ്റെടുക്കുന്നത്, അല്ലെങ്കിൽ അതിൽ ഇന്ന പത്രം മാതൃഭൂമിയിൽ ഇന്ന വാർത്ത വന്നു അത് ചർച്ച ചെയ്യാറുണ്ട്. ഈ പത്രത്തിന്റെ പ്രിന്റിങ് വരുന്നതിന് മുൻപായിട്ട് പൂർണ്ണമായും വർക്ക് നടക്കുന്ന ഈ സെക്ഷനിലാണ്. പേജിനേഷൻ എങ്ങനെയാണ്, പേജ് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ള, ഇവിടെ രാത്രിയാണ് ഈ സെക്ഷനൊക്കെ ലൈവ് ആവുന്നത്, രാത്രിയിലാണ് പ്രിന്റിങ് ആവുന്നത്. ഈ കാണുന്ന ഡെസ്ക് എന്ന് പറയുന്ന സെക്ഷനാണ്. ഈ ഫോട്ടോ കമ്പോസിങ് ചുറ്റി ഡെസ്ക് ഉണ്ട്, പ്രൂഫുണ്ട്, ഫോട്ടോ കമ്പോസിങ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഇനി ഒരു CTP എന്ന് പറയുന്നൊരു പ്ലേറ്റ് മേക്കിംഗ് സെക്ഷൻ കൂടെ ഉണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് പ്രീ പ്രസ് സെക്ഷൻ, അതായത് പ്രസ്സിന് തൊട്ട് മുൻപുള്ള സെക്ഷൻ പ്രീ പ്രസ് എന്നാണ് ഇതിന് പറയുന്നത് സെക്ഷൻ. നമുക്ക് പേജ് ലേ ഔട്ട്, പിന്നെ ഇന്നത്തെ പത്രമാണ്. ഞാനൊക്കെ പത്രം വായിക്കുന്നുണ്ടോ? പത്രം വായിക്കാത്തതാണ് ഒരിക്കൽ പറ്റിയ അബദ്ധങ്ങൾ വീണ്ടും കേരളത്തിലുമായിട്ട് നമ്മുടെ സമൂഹം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് അവെയർ ആവാത്തുള്ളൂ. അപ്പോൾ നമുക്ക് പത്രത്തിലെ ഈ പേജുകൾ സെറ്റ്, ഇതിനെ പേജ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഓരോ പേജ്, ഇത് ഒരെണ്ണം ഒരു ഷീറ്റ് എന്നാണ് പറയുക. ഒരു ഷീറ്റിൽ 4 പേജ് ഉണ്ടാവും. ഒരെണ്ണം ഒരു ഷീറ്റ് ഒരു പേജിയുടെ ഒരെണ്ണം 2 അകത്തുണ്ടാവും. ഒരെണ്ണം ഇപ്പോൾ 4 പേജുകൾ ചേർന്നാണ് ഒരു ഷീറ്റ് പ്രിൻ്റ് ചെയ്യുന്നത്. പ്രിൻറ്റിംഗ് ഒക്കെ നടക്കുന്നത് താഴെ പ്രസ്സിലാണ്. പ്രിൻറ്റിങ് എങ്ങനെയാണെന്നുള്ള കാണാം. അപ്പോൾ ഇതിൻ്റെ ലേഔട്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വാർത്തയും പടങ്ങളും പരസ്യങ്ങളും എല്ലാം സെറ്റ് ചെയ്യുന്ന സെക്ഷനിലാണ് ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പൂർണ്ണമായി ഈ വാർത്തകൾ വരുന്നത് ബ്യൂറോയിൽ നിന്നാണ്. നിങ്ങൾ വന്നപ്പം ബ്യൂറോ കണ്ടിട്ടുണ്ടാവും. ബ്യൂറോയിൽ നിന്ന് വരുന്ന വാർത്തകൾ ന്യൂസ് ഡെസ്ക് എന്ന് പറയുന്ന സെക്ഷനിൽ തന്നെ സോർട്ട് ചെയ്യും. ഇമ്പോർട്ടൻസ് നോക്കിയും വാർത്തകളുടെ പ്രാധാന്യമൊക്കെ വെച്ച് നോക്കിയിട്ടൊക്കെ ഇതാദ്യം ഒന്ന് സെറ്റ് ചെയ്ത് ഫ്രീ ആക്കും. അതാണ് ന്യൂസ് ഡെസ്ക് എന്ന് പറയുന്നത്. പിന്നെ അവർ ചെയ്തതിന് ശേഷം നമ്മുടെ ഫോട്ടോ കമ്പോസിങ്ങിൽ കൊണ്ടുവന്ന് ഇതിനെ ഒരു പേജ് ലേഔട്ടിലേക്ക്, പേജിൻ്റെ രൂപത്തിലേക്ക് മാറ്റും. അതിനുശേഷം ഇതിനെ പ്രസ്സിലേക്ക് കൈമാറും, അവരവിടെ പ്രിൻ്റ് ചെയ്യും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് പോകുന്നത്.
പരസ്യ പേജ് വെച്ചിട്ട് ഒരു ബ്ലാങ്ക് പേജിൽ പരസ്യം വെച്ചിട്ട് ഇത്രയും സ്പേസിലാണ് ന്യൂസ് ഇത് ചെയ്യുന്നത്. ഇതിപ്പോൾ രണ്ടാം പേജ്, ഇപ്പം നിങ്ങൾ കാണുന്ന സെക്കൻഡ് പേജാണ്. ഈ സെക്കൻഡ് പേജിൽ ന്യൂസ് ഫോട്ടോഗ്രാഫ്സും വെച്ചതിന് ശേഷമുള്ള ഒരു പേജാണ് ലേഔട്ട് ചെയ്തിട്ടുള്ള. എന്നാൽ ഇത് അതിന് മുമ്പ്, അതായത് ന്യൂസ് വയ്ക്കുന്നതിന് മുമ്പ് ന്യൂസ് ഫോട്ടോഗ്രാഫ്സ് വെച്ച് ലേഔട്ട് ചെയ്യുന്നതിന് മുമ്പുള്ള പേജിൻ്റെ സ്ഥിതിയാണിത്. ഇതിലേക്കാണ് ഓരോ ന്യൂസായിട്ട് നമ്മൾ വെച്ച് അതിന് അനുസൃതമായിട്ടുള്ള ഫോട്ടോ ഡിസൈനൊക്കെ കൊടുത്ത് അതിനെ ഈ കാണുന്ന രൂപത്തിലേക്ക് മാറ്റുന്നത്. ആ പേജ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ നമ്മളിവിടെ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ അഡോബിൻ്റെ ഇൻഡിസൈൻ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ്. അഡോബിയുടെ ഇൻഡിസൈൻ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ നമ്മൾ ഉപയോഗിക്കുന്നത്. അഡോബിന്റെ ഇൻഡിസൈൻ. അഡോബിൻ്റെ ഒരുപാട് സോഫ്റ്റ്വെയർ ഉണ്ട്, ഫോട്ടോഷോപ്പ് അടക്കമുള്ള സോഫ്റ്റ്വെയർ. പേജിനേഷൻ ഇവിടെ ഉപയോഗിക്കുന്നത് ഇൻഡിസൈൻ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ്. ഇത് നമ്മൾ മാറ്ററുകൾ ഉപയോഗിക്കാൻ വേണ്ടി അറ്റെക്സ് എന്ന് പറയുന്ന ഒരു ഫൈബർ ന്യൂസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക സോഫ്റ്റ്വെയർ മാതൃഭൂമിയിൽ മാത്രം ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ അറ്റെക്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പേജാണ് ഇപ്പോൾ ഇന്നിറങ്ങിയ പത്രത്തിൻ്റെ ഒന്നാമത്തെ പേജ്, മെയിൻ പേജാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതിനകത്ത് ഇവിടെട്ടാണ് ഇത് ഡിസൈൻ ചെയ്ത് എങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്നൊക്കെ തീരുമാനിക്കുന്നത് ഇവിടെ വെച്ചാണ്. ഇവിടെ വെച്ച് നമുക്ക് എന്ത് മാറ്റാം, എങ്ങോട്ട് വേണമെങ്കിലും മാറ്റാം. വാർത്തകളൊക്കെ മാറ്റി ഫൈനലൈസ് ചെയ്തതിന് ശേഷം ഇതിന് പ്രിൻറ്റിങ്ങിന് വേണ്ടി വേറൊരു സെക്ഷൻ CTP എന്ന് പറയുന്ന സെക്ഷനിലേക്ക് കൊടുക്കുന്നുണ്ട്. ബാക്കി പേജിനേഷൻ്റെ കാര്യങ്ങളും കൂടുതൽ ടെക്നിക്കലാണ്. അപ്പോൾ പറഞ്ഞാൽ അത്രയൊന്നും ഡീപ്പായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഈ പേജിനേഷൻ വാർത്തയുടെ ഇമ്പോർട്ടൻസും ഒക്കെ വെച്ചിട്ട് ഓരോ വാർത്തകൾ അടുത്തേക്കും പുറത്തേക്കും ഒക്കെ പോകും. അപ്പോൾ ഇതിന് ഒരു സെക്ഷൻ ഇപ്പോൾ നേരത്തെ കാണിച്ച പോലെ 3 പ്രധാനപ്പെട്ട സെക്ഷനാണ്. ആദ്യം പരസ്യം എന്നാണ് പറയുന്നത്. പ്രധാനമായിട്ട് പരസ്യമാണ്. പരസ്യം വയ്ക്കുന്ന പേജ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും. അതിൽ വാർത്തയുടെ സ്ഥലം ഉണ്ടാവില്ല. ഈ പേജാണ് ഈ പേജിനകത്ത് വാർത്തകൾ വെച്ചതിന് ശേഷമാണ് ഇങ്ങനെ ആവുക. ഇത് ആദ്യം നമ്മുടെ കിട്ടുന്നത് ഇങ്ങനെ പരസ്യം മാത്രമുള്ള പേജുകളാണ്. പരസ്യങ്ങൾ മാത്രം വെച്ചതിന് ശേഷം പിന്നീട് ആ പരസ്യത്തെ പ്ലേസ് ചെയ്തതിനു ശേഷം ബാക്കിയുള്ള സ്ഥലങ്ങളിൽ വാർത്തകൾ വെച്ചാണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത്. ഇനി ഇതിന് പ്ലേറ്റ് ഔട്ട്പുട്ട് ചെയ്യുന്നതാണ് മറ്റൊരു സെക്ഷൻ. നമ്മുടെ ഓഫ്സെറ്റ് പ്രിൻറ്റിംഗ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. പ്രിൻറ്റിങ് നിങ്ങൾ പ്രിൻ്ററിൻ്റെ ഇത് കണ്ടിട്ടുണ്ടോ വീടുകളിൽ, അല്ലെങ്കിൽ സാധാരണ ഇരിക്കുന്ന പ്രിൻ്റർ ഡയറക്റ്റ് ഒരു പേപ്പറിലോട്ട് മഷി പ്രിൻറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. ആദ്യകാലത്ത് ഡോട്ട് മെട്രിക്സ് കുത്തു വീണായിരുന്നു പ്രിൻറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് ഇത് ലേസർ വെച്ച് പ്രിസം എന്ന് പറയുന്ന ഒരു ലെൻസ് വെച്ചിട്ടൊക്കെ ലേസർ അടിച്ചിട്ട് ഒക്കെ പ്രിൻറ്റ് ചെയ്യുന്നുണ്ട്. ഇതിന് നേരെ ഒരു വേറെ രീതിയാണ് ഓഫ്സെറ്റായിട്ട്. അതായത് ആദ്യം മഷി പിടിപ്പിക്കുന്ന ഒരു പ്ലേറ്റിൽ പിടിപ്പിക്കും, അതിൽ നിന്ന് വേറൊരു സ്പോഞ്ച് പോലത്തെ സാധനത്തിൽ പിടിപ്പിക്കും, അതിനുശേഷം മറ്റൊരു സ്പോഞ്ച് ഇങ്ങനെ കമ്പി ചെയ്ത് ഒരു കണ്ടക്ഷൻ പോലെ ഇങ്ങനെ പോയിട്ട് ലാസ്റ്റ് പത്രത്തിൽ പേപ്പറിൽ പ്രിൻറ്റ് ചെയ്ത് തരുന്ന ടെക്നോളജിയാണ് താഴെ ഉപയോഗിക്കുന്നത്. നമ്മളിവിടെ ഉപയോഗിക്കുന്ന സിയാൻ, മജന്ത, യെല്ലോ, ബ്ലാക്ക് സെക്കൻഡറി കളർ ഉപയോഗിച്ചാണ് പ്രിൻറ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് സെക്കൻഡറി കളർ ഉപയോഗിച്ചതെന്ന് വെച്ചാൽ RGB ഉപയോഗിക്കാത്തത്. RGB ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് കളർ കിട്ടണമെങ്കിൽ 6ഉം ഗ്രീനും ബ്ലൂവും 100% കൊടുക്കണം. എന്നാൽ CMYK, സിയാൻ, മജന്ത, യെല്ലോ എന്ന സെക്കൻഡറി കളർ ഉപയോഗിക്കുമ്പോൾ ബ്ലാക്കിന് മാത്രമേ ഒരു കളർ കൊടുക്കാം. അപ്പോൾ ഒരു പ്യുവർ ബ്ലാക്ക് വേണമെങ്കിൽ ബാക്കി കളറുകളെല്ലാം ഓഫ് ചെയ്ത് ഒറ്റ കളർ കൊടുക്കാം. അതുകൊണ്ട് പ്രധാനമായിട്ട് സെക്കൻഡറി കളർ ഉപയോഗിച്ച് പ്രിൻറ്റ് ചെയ്യുന്നത്. പിന്നെ സെക്കൻഡറി കളർ അഡീഷണൽ കാര്യം സബ്ട്രാക്ഷനാണ്. അതുകൊണ്ട് വൈറ്റ് സ്പേസിൽ അടിക്കുമ്പോൾ നമുക്ക് ചില കളറുകൾ സബ്ട്രാക്ട് ചെയ്യാനുള്ള കളർ കൊടുത്താൽ മതി, നമുക്ക് കിട്ടേണ്ടുന്ന കളർ കിട്ടും. RGB ആകുമ്പോൾ റെഡ്, ഗ്രീൻ, ബ്ലൂ ആണെങ്കിൽ കുറച്ച് കൂടുതൽ കളർ അടിക്കണം. അപ്പം അതിൻ്റെ കൺസപ്ഷൻ കുറയ്ക്കാനും കൂടെയൊക്കെ ആയിട്ടാണ് CMYK പ്രിൻറ്റിങ്, സെക്കൻഡറി പ്രിൻറ്റിങ് ഉപയോഗിക്കുന്നത്. നമുക്ക് CTPയിലോട്ട് പോകാം. പ്ലേറ്റിൻ്റെ ഡീറ്റെയിൽ നോക്കാം. പ്ലേറ്റ് പ്രോസസ്സ് ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മുടെ മെഷീന് താഴെ കൊടുക്കുന്നത് പ്ലേറ്റിനകത്ത് പ്രിൻറ്റ് ചെയ്തെടുത്തിട്ടാണ് താഴെ കൊടുക്കുക. അതാണ് പത്രത്തിലേക്ക് പ്രിൻറ്റ് ചെയ്യുന്നത്. ഈ മെഷീനാണ് CTP എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ കമ്പ്യൂട്ടർ ടു പ്ലേറ്റ് എന്ന് പറയും. നമ്മൾ നേരത്തെ കണ്ട ആ സോഫ്റ്റ് കോപ്പി, പേജിൻ്റെ സോഫ്റ്റ് കോപ്പിയെ പ്ലേറ്റിലേക്ക് ഹാർഡ് കോപ്പിയായിട്ട് മാറ്റുന്നത് ഇവിടെയാണ്. ഇത് പഴയ കാലത്ത് ഫിലിം പ്രോസസ്സ് ചെയ്ത് ഫോട്ടോസ് എടുത്തിരുന്ന സെക്ഷൻ. ആരെങ്കിലും അറിയുമെന്ന് ഇപ്പോൾ അത് ഉപയോഗിക്കുന്നില്ല, ഡിജിറ്റൽ ടെക്നോളജി ആയതുകൊണ്ട് ഇപ്പോൾ ഇല്ല. പണ്ട് കാലങ്ങളിൽ ലൈറ്റിനകത്ത് വെച്ച് പ്രോസസ്സർ, ഡെവലപ്പർ എന്നൊക്കെ പറയുന്ന സോഫ്റ്റ്വെയറിനകത്ത് ലിക്വിഡിനകത്തൊക്കെ ഇട്ട് കഴുകി ഫോട്ടോസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ടെക്നോളജി തന്നെയാണ്, പക്ഷേ ഇത് മെഷീനാണ് ചെയ്യുന്നത് മാത്രം. ഇതിൻ്റെ പ്ലേറ്റ് ആദ്യം വരുന്നത് ഒരു അലുമിനിയം ഷീറ്റിൻ്റെയാണ്. ഒരു സൈഡിൽ ഈ കോട്ട് ചെയ്തിരിക്കുന്നതൊക്കെ ഒരു ബ്ലൂ കളറിലിരിക്കുന്ന സാധനം ലൈറ്റ് സെൻസിറ്റീവ് ആണ്. ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തു നിന്നുള്ള ആ ലെറ്റേഴ്സ് ആ കോട്ടിങ് നിന്നും ബാക്കി സ്ഥലത്ത് ലെറ്റർ നിൽക്കുകയും ചെയ്യും. ഈ ടെക്നോളജി ഉപയോഗിച്ച് പ്രിൻറ്റ് ചെയ്തെടുത്ത പ്ലേറ്റാണ്
ഈ പേജ് പ്രിൻ്റ് ചെയ്തിരിക്കും. ആദ്യം ഫ്രഷ് ആയിട്ട് പോകുമ്പോൾ ഇങ്ങനെയാണ്. അതിനുശേഷം അതിൽ നിന്ന് ബാക്കി ലെറ്റേഴ്സ് ഇല്ലാത്ത, അതായത് റൈറ്റിങ്സ് ഇല്ലാത്ത സ്ഥലത്ത് അത് ക്ലിയർ ചെയ്ത് കളയുമ്പോൾ ബാക്കി കറക്റ്റായിട്ടൊരു പേജിൻ്റെ രൂപത്തിൽ കിട്ടും. ഇതിനെ കൊണ്ടുപോയി താഴെ കൊണ്ടുപോയി പ്രിൻറ്റിങ്ങിന് പ്രസ്സിൽ ഉപയോഗിക്കുന്നു. സാധാരണ ഒരുപാട് കമ്പനികൾ ഇത്തരം പ്ലേറ്റുകളൊക്കെ ഇറക്കുന്നുണ്ട്. ഇപ്പോഴും ന്യൂസ് പേപ്പർ പ്രിൻറ്റിങ്ങിന് അല്ലെങ്കിൽ പത്രത്തിൽ പേപ്പറിൽ പ്രിൻറ്റ് ചെയ്യുന്നതിന് ഈ ടെക്നോളജി മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. മാസീവായിട്ട് പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് 10 ഷീറ്റ് 100 ഷീറ്റ് അടിക്കുമ്പോൾ കുഴപ്പമില്ല. ദിവസവും 1,00,000 ഷീറ്റൊക്കെ അടിക്കണമെങ്കിൽ നമുക്ക് ഈ രീതിയിൽ മാത്രമേ പ്രിൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ഒരിക്കൽ യൂസ് ചെയ്താൽ കഴിഞ്ഞു. അത് പിന്നീട് അത് തന്നെ ഒരു ചിലപ്പം ഒരു പ്ലേറ്റ് പോരാ, 2-3 പ്ലേറ്റൊക്കെ ചിലപ്പോൾ വേണ്ടി വരും ഒരു പേപ്പർ പ്രിൻറ്റ് ചെയ്ത് തീരാനായിട്ട്. വീക്കാവുകയൊക്കെ ചെയ്യും. ഇത് ലൈറ്റ് ഭയങ്കര സെൻസിറ്റീവ് ആണ്. അതുകൊണ്ടാണ് യെല്ലോ ലൈറ്റൊക്കെ വെച്ചിരിക്കുന്നത്. വൈറ്റ് ലൈറ്റിലൊന്നും ഇത് തുറക്കാൻ പറ്റില്ല. ഇതിപ്പോൾ ഈ പ്ലേറ്റിന് ഉപയോഗിക്കാൻ കൊള്ളില്ല. ഇത് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞു. അതിൻ്റെ ഉപയോഗിക്കാൻ പറ്റാതെ കേടായിപ്പോയി. വൈറ്റ് ലൈറ്റ് ഭയങ്കര സെൻസിറ്റീവ് ആണ്. യെല്ലോ ലൈറ്റ് മാത്രമേ ഇവിടെ ഉപയോഗിക്കത്തുള്ളൂ. രാത്രി പ്രോസസ്സ് ചെയ്യുന്ന സമയം ഇപ്പോൾ കാണാൻ വേണ്ടി ഇട്ടുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് മെഷീനൊന്നും തുറക്കാൻ പറ്റില്ല. എല്ലാം പ്ലേറ്റ് ലോഡഡാണ്. അതുകൊണ്ട് അത്രയും പ്ലേറ്റ് വേസ്റ്റ് ആകുന്നതുകൊണ്ട് ലൈറ്റ് ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഈ കഴിഞ്ഞ അപ്പുറത്ത് കഴിഞ്ഞ ഫോട്ടോ കമ്പോസിങ്ങും ഇതും ഏതാണ്ട് 18 ഡിഗ്രി ടെമ്പറേച്ചർ മുതൽ 25, മാക്സിമം 25-26 നിൽക്കേണ്ട സെക്ഷനുകളാണ്. ഇവിടെ ഇരിക്കുന്ന കെമിക്കലായാലും എക്യുപ്മെൻസും എല്ലാം ഈ ഒരു ടെമ്പറേച്ചർ, ഡൗൺ ടെമ്പറേച്ചറിൽ വർക്ക് ചെയ്യുന്ന സാധനമാണ്. 24 ഹവറും അങ്ങനെ തന്നെ ആയിരിക്കണം ടെമ്പറേച്ചർ. അതുകൊണ്ട് ഇതിനകത്ത് എപ്പോഴും ഒരു AC എപ്പോഴും ഉണ്ടാവും, മസ്റ്റായിട്ട് ഉണ്ടാവും. പിന്നെ ഒരുപാട് പ്രോസസ്സിങ് നടക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് തണുപ്പ് തോന്നാത്ത നിങ്ങൾ ഇത്ര ആൾക്കാർ നിൽക്കുന്നുണ്ടാണ്. അല്ലെങ്കിൽ നല്ല ടെമ്പറേച്ചറിലാണ്, ഒരു 25-നകത്താണ് ഇത് നിൽക്കുന്നത് ഇവിടുത്തെ റൂമിൻ്റെ ടെമ്പറേച്ചർ. ഇത്ര ആൾ കയറുന്നതുകൊണ്ടാണ് ഇവിടെ ചൂട് ഫീൽ ചെയ്യുന്നത്. ഷീറ്റ് താഴെ മെഷീനിലാണ് ലോഡ് ചെയ്യുന്നത്. താഴെ കാണും. യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വേസ്റ്റ് പോകത്തേ ഉള്ളൂ, ആക്രിക്ക് പോകുന്ന പോലെ പോവുകയുള്ളൂ. ഇവർക്കത് പിന്നീട് ഇതിൻ്റെ ബേസായിട്ട് ഉപയോഗിച്ച് വീണ്ടും ഇതിൻ്റെ മുകളിൽ കോട്ട് ചെയ്യാം. അത് ടെക്നോളജി ഉപയോഗിച്ച് ചെയ്യാം. അലൂമിനിയം മെറ്റീരിയൽ റീസൈക്ലിങ്ങിന് പോകും. പക്ഷേ നമ്മൾ റീസൈക്കിൾ ചെയ്ത് പിന്നെ എടുക്കത്തില്ല. കാരണം അതിൻ്റെ ക്വാളിറ്റിക്ക് ഒരു വ്യത്യാസം വരും. പിന്നീട് അതിനെ പൂർണ്ണമായി റീസൈക്കിൾ ചെയ്തെടുക്കുകയാണെങ്കിൽ ഉപയോഗിക്കുന്നത്. ഡോർ കണ്ടില്ലേ നിങ്ങൾ പ്ലേറ്റ് എടുക്കുന്നവരെയുള്ള സാധനങ്ങൾ കണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പ്ലേറ്റ് കൊണ്ടുവന്ന് ഈ മെഷീനിൽ ലോഡ് ചെയ്യുക. ഓക്കെ, ഇത് പ്രിൻറ്റിങ് മെഷീനാണ്. ഈ കാണുന്ന 2 മെഷീനുണ്ട് നമുക്ക്. അപ്പോൾ ആ പ്ലേറ്റ് അതിൽ ലോഡ് ചെയ്യും. ഈ കാണുന്ന സിലിണ്ടർ കണക്ക് കണ്ടില്ലേ, ആ സിലിണ്ടർ അതിലേക്ക് റാപ്പ് ചെയ്യുക. അപ്പോൾ റാപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഈ പേപ്പർ ഓടിക്കും. ഇതാണ് വെബ് പേപ്പർ അതിൻ്റെ ഇടയിൽ കൂടെ ഓടിക്കും. അതിൻ്റെ ഇടയിൽ അപ്പോൾ 4 കളറുണ്ട് താഴെ. അവർ കാണിച്ചു കാണുമല്ലോ പ്ലേറ്റ്. സിയാനുണ്ട്, മജന്തയുണ്ട്, യെല്ലോ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ആദ്യം സിയാൻ വീഴും, അതിൻ്റെ മുകളിൽ മജന്ത വീഴും, പിന്നെ യെല്ലോ, പിന്നെ ബ്ലാക്ക്. അങ്ങനെ അതിൻ്റെ മുകളിൽ കൂടെ വരുമ്പോഴാണ് ഈ ഫുള്ള് പത്രം കാണുന്നത്. അപ്പോൾ നമ്മൾ പ്രിൻറ്റിങ് നിർത്തി വെച്ചേക്കുക. നമുക്ക് വേണമെങ്കിൽ ഇത് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഷാജി തുടങ്ങിക്കോ.
ഓക്കെ പോരായ 500 ബണ്ടിലാണല്ലേ? നാളത്തെ പേപ്പറോ? നാളത്തെ പേപ്പറിൽ വീക്കെൻഡിന്റെ പാറ്റേണിൽ വീക്കെൻഡ് അതാണ് നാളത്തെ പേപ്പറിൽ വീക്കെൻഡ് സൺഡേ സ്പെഷ്യൽ. 12 മണിയായിരിക്കും. ഓക്കെ ഓക്കെ അതെ. രാത്രിയിൽ ഇങ്ങനെ ലേബൽ ചെയ്ത് വരും. ഓ എണ്ണവും എല്ലാം എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഓരോ ഏജൻസിനും കൊടുക്കാനുള്ള പേപ്പർ നേരെ ഏജൻസ് കൊണ്ടുപോകും, വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകും. ഓക്കെ സാറേ, ഇത് ഇത്രയും മെഷീനിൽ കൂടെ മീൻസ് ഇത്രയും റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ ആവശ്യം എന്താ? അതായത് നമുക്ക് ഇവിടെ ഇൻസർട്ടിങ് എന്നൊരു പരിപാടിയുണ്ട്. ഇൻസർട്ടർ മെഷീനാണ് ഈ ഇരിക്കുന്നത്. അപ്പോൾ അതെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ രാത്രിയിൽ ഇപ്പോൾ അടിക്കുന്ന ഈ സപ്ലിമെൻ്റ് എല്ലാം നമ്മൾ നേരത്തെ അടിച്ചു വയ്ക്കുക ചെയ്യുന്നു. അതിനെ രാത്രിയിൽ പത്രത്തിൻ്റെ ഉള്ളിൽ ഇൻസർട്ട് ചെയ്ത് വിടും. അത് പണ്ട് ഏജന്റുമാരത് തനിയെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് ചെയ്യേണ്ട, നമ്മൾ തന്നെ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ പാർട്ട് ഇത്രയും ലെങ്തി ആക്കിയിരിക്കുന്നത്. അതെ. Experience. We all enjoyed the IB. Yeah, it was very good and interesting, and the teachers are caring like mothers, especially the Cine Miss, Destiny Miss, Lakshmi Miss, Divya Miss, Nisha Miss, and our Shirley Miss. The IB taught us a lot of things about newspapers and the PVC pipe. Our next destination is Mathrubhumi. Our next destination is Mathrubhumi News. Hello guys, now we came to Mathrubhumi News. We're here with Mathrubhumi reporter. Teachers are very special like our mothers. They take care of us like